കണ്ണൂർ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് മൂലം മരിച്ച 1.5 വയസ്സുകാരൻ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. കുടുംബം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ആശുപത്രി മാനേജ്മെന്റിനെ പ്രതി ചേർക്കണമെന്നാണ് ആവശ്യം. കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കളക്ടറെത്തി ഉറപ്പ് നൽകണമെന്നും കുടുംബം പ്രതികരിച്ചിരിക്കുകയാണ്. മരിച്ച ദേവാൻഷ് ശൗര്യയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. 1.5 വയസ്സുകാരൻ ചുണ്ടിലൊരു മുറിവുമായിട്ട് പോയതാണ്. അവിടെ അനസ്തേഷ്യയുടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് കൂടി പറഞ്ഞു കേൾക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്താണ് നമുക്ക് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ അർജുൻ? എന്താണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്? സ്മൃതി, അതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യവും അത് തന്നെയാണ്. കാരണം ഈ കുട്ടിക്ക് ചുണ്ടിനൊരു മുറിവ് മാത്രമാണ് പറ്റിയിരുന്നത്. അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ഉൾപ്പെടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം കുട്ടിയുടെ മൃതദേഹം കണ്ടിട്ടുള്ള ബന്ധുക്കളൊക്കെ പറയുന്നത് ഇപ്പോൾ കുട്ടിയുടെ ഈ ചുണ്ടിലുള്ള മുറിവ് നോക്കുമ്പോൾ അത് പൂർണ്ണമായും കരിഞ്ഞ് ഉണങ്ങിയ അവസ്ഥയിലാണുള്ളത്. പിന്നെ എന്തിനാണ് അനസ്തേഷ്യ നൽകി ഇങ്ങനെ ഒരു ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? അതായത് സാധാരണ രീതിയിൽ ഒരുപക്ഷെ ഒരു ചെറിയ ബാൻഡേജ് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് വെച്ച് കെട്ടിയാൽ തന്നെ അല്ലെങ്കിൽ അവിടെ ആ തരത്തിലൊരു പ്രാഥമിക ചികിത്സ നൽകിയാൽ തന്നെ മതിയാവുന്ന ഒരു മുറിവിന് ഇത്രയും ഗുരുതരമായ രീതിയിൽ അനസ്തേഷ്യ നൽകുകയും കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന തരത്തിൽ ഉള്ള ഒരു കാര്യം ചെയ്തത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അനസ്തേഷ്യ നൽകിയിട്ടുള്ള ഡോക്ടർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുടുംബം ഇപ്പോൾ പറയുന്നത് ഈ ഡോക്ടർക്കെതിരെ മാത്രം നിയമ നടപടി മതിയാവില്ല. ഇത് ആശുപത്രി മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി മാനേജ്മെൻറ്റിനെ ഈ കേസിൽ പ്രതി ചേർക്കണം. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം അത് കൊലപാതക കുറ്റമാക്കി മാറ്റണം എന്നുള്ള ഒരു കാര്യം കൂടി കുടുംബത്തിൻ്റെ ഭാഗമായി ആവശ്യം ഉയരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പായി ലഭിച്ചാൽ പോരാ, ജില്ലാ കളക്ടർ തന്നെ സ്ഥലത്തെത്തി തങ്ങൾക്കൊരു ഉറപ്പ് നൽകണം. കാരണം തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് തങ്ങളുടെ സ്വപ്നമായിരുന്ന ഈ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാലം കാത്തിരുന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് തന്നെ 7 മാസം അത് അല്ലെങ്കിൽ ഒരു പ്രീ ബർത്ത് ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു ഈ ദേവാൻഷ് ശൗര്യ എന്ന് പറയുന്നത്. 7 മാസത്തിനിടയിൽ കുട്ടി പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഗണിക്കാതെയാണ് ഈ അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനം ഉൾപ്പെടെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കണ്ണൂരിലാണ്. ഇവിടെയാണ് കുട്ടിയുടെ മൃതദേഹം നിലവിലുള്ളത്. ഇപ്പോൾ പയ്യന്നൂർ ഡിവൈഎസ്പി ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. അതിനുശേഷം ഏത് തരത്തിലായിരിക്കണം ഈ ഉറപ്പുകളൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആ ഉറപ്പുകൾ ലഭിക്കുന്നത് വരെ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് തങ്ങൾ പോവില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് കുടുംബം എടുക്കുകയാണ്. കാരണം ഇത് ഒരു കുട്ടിക്ക് സംഭവിച്ച പ്രശ്നം മാത്രമായി കാണാൻ വേണ്ടി പാടില്ല. ഇത് നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ അനേകം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാവുന്നു. ഇതിപ്പോൾ ഇങ്ങനൊരു ചർച്ചയായ ഘട്ടത്തിൽ തങ്ങൾ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നാളെ ഇത് ഒരുപാട് കുട്ടികൾക്ക് വരും എന്നുള്ള കാര്യം ഈ കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ നിയമ നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ, ആശുപത്രിയിലെ മാനേജ്മെൻറ്റിനെതിരെ, കേവലം ഒരു ഡോക്ടർക്കെതിരെ മാത്രമായിട്ടുള്ള നിയമ നടപടിയായി ചുരുക്കാൻ വേണ്ടി കഴിയില്ല. ആശുപത്രിയിലെ മാനേജ്മെൻറ്റിനെതിരെ നടപടി വേണം. അല്ലെങ്കിൽ ഈ പിഴവുകൾക്കൊക്കെ എന്ത് ന്യായീകരണമാണ് നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രീമച്വർ ബർത്ത് എന്ന് പറയുമ്പോൾ മാസം തികയുന്നതിന് മുമ്പ് ജനിച്ച കുഞ്ഞാണ്. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെ എത്ര ശ്രദ്ധിച്ചാണ് പരിപാലിക്കാൻ നമുക്കറിയാം. അങ്ങനെ 1.5 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. ആ കുഞ്ഞിൻ്റെ ചിരിക്കുന്ന മുഖമാണ് നമ്മൾ കാണുന്നത്. അമ്മയ്ക്കും അച്ഛനുമുള്ള ദുഃഖം, ആ വിഷമം ഏത് കാലത്ത് അവസാനിക്കാനുള്ളതാണ്?